ഗൈസ് 1 കിലോ പെല്ലറ്റും 2 കിലോ മൈദയുമായിട്ട് നമ്മൾ ഇന്നൊരു ജാങ്ക് പരിപാടിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പെല്ലറ്റും മൈദയും കൂടെ ഇട്ട് വെള്ളം നനച്ച് കുതിർത്ത് കുഴച്ച് നല്ല പരുവത്തിലാക്കി എടുത്തിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റമായ നീരാളി ചൂണ്ടയുടെ പണി തുടങ്ങാൻ പോകുന്നത്. കുഴച്ച മാവെടുത്ത് സ്പ്രിംഗിലേക്ക് ഉരുട്ടി കയറ്റി അതിനുള്ളിലേക്ക് ചൂണ്ട വെച്ച് ഒളിപ്പിച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുഴച്ച് കയറ്റുന്ന സാധനം കറക്റ്റ് നോക്കിയാൽ ഒരു അമിട്ടിന്റെ ലുക്കാണ്. ഇനി ഈ ഒരു ഐറ്റം കുളത്തിലെ ഫിഷിന്റെ നല്ല ആക്ടിവിറ്റി ഉള്ള ഏരിയയിലേക്കാണ് എറിഞ്ഞിട്ടിരിക്കുന്നത്. നീരാളി ചൂണ്ട അഥവാ സ്പൈഡർ ഹുക്കിൽ 1 കിൻഡൽ മാവ് ഉള്ളത് കൊണ്ട് തന്നെ മീനുകൾക്കെല്ലാം ഉഷാറാണ്. ചെറിയ മീനുകൾ വന്ന് കൊത്തി കൊത്തി നിൽക്കുന്നത് കണ്ടിട്ട് കൊമ്പന്മാർ കയറി ഇതിനെ സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. എന്തായാലും കുറച്ചു നേരത്തെ വെയിറ്റിംഗിന് ശേഷം നമ്മുടെ ചൂണ്ടയിൽ അത്യാവശ്യം സൈസുള്ള ഒരു കാർപ്പ് കയറി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാർപ്പ് ഇനത്തിൽപ്പെട്ട മീനുകളെ പിടിച്ചു കയറ്റുമ്പോഴുള്ള പ്രശ്നം എന്തെന്നാൽ ഇവന്മാരുടെ ചുണ്ടിന് കട്ടി വളരെ കുറവാണ്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഹുക്കപ്പ് കറക്റ്റ് അല്ലെങ്കിലും ഇവരെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചാലും ഇവരുടെ ചുണ്ട് കീറി ഇവർ വെള്ളത്തിലേക്ക് തിരിച്ചു വീഴാനുള്ള ചാൻസ് ഉണ്ട്. കോരി എടുക്കാനുള്ള നെറ്റ് മറന്നുപോയത് കൊണ്ട് തന്നെ ഇവരെ നൈസ് ആയിട്ട് വലിച്ച് കരയ്ക്ക് കയറ്റാനേ നമുക്കിപ്പോ വഴിയുള്ളൂ കേട്ടോ. ഹുക്കപ്പ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവനെ നമുക്ക് ഒന്നും പേടിക്കാതെ കരയിലേക്ക് വലിച്ചു കയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരത്തെ വെയിറ്റിംഗിന് ശേഷം അടുത്ത മീൻ സ്ട്രൈക്ക് ചെയ്തപ്പോ ഒരു 8ന്റെ പണി തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഹുക്ക് കയറിയ മീൻ ഒറ്റ ഓട്ടത്തിന് കരയിലെ പോച്ചയുടെ ഇടയിലേക്ക് ഒരു ഒറ്റ കയറൽ. ഇവനെ ഇവിടെ നിന്ന് വലിച്ചിറക്കി പടി വരെ ഓടിച്ചു കയറ്റുന്ന കാര്യം വളരെയേറെ പാടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, റിസ്ക് എടുത്ത് ആശാനെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് കരയിലിട്ട് കേട്ടോ. ആശാൻ മനസ്സറിഞ്ഞൊന്ന് പിടച്ചിരുന്നെങ്കിൽ ചൂണ്ടേന്ന് ചുണ്ട് കീറി അങ്ങ് വെള്ളത്തിൽ വീണാനെ. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് ആശാനെ നൈസ് ആയിട്ട് പൊക്കിയെടുത്ത് കരയിലേക്ക് ഇടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഫിഷിംഗ് തീരുമ്പോഴേക്കും അത്യാവശ്യം സൈസുള്ള 2 തക്കുട് കാർപ്പുകുട്ടന്മാരെയാണ് നമ്മൾ ഇവിടുന്ന് തൂക്കിയിരിക്കുന്നത് കേട്ടോ.